രാജേഷ് എന്നു പേരുള്ള ഒരാളെങ്കിലും പരിചയമില്ലാത്തവരെ ആരും കാണില്ല. അത്രയും അധികം രാജേഷുമാരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ കുറച്ചധികം രാജേഷുമാർ കണ്ണൂരിലൊന്ന് ഒത്തുകൂടിയപ്പോൾ അത് രാജേഷുമാരുടെ സംസ്ഥാന സമ്മേളനമായി. ഒരു രാജസംഗമം. ഇവിടെ ആർക്കും പരസ്പരം പരിചയപ്പെടാൻ പേര് ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒരേ പേരുകാർ. രാജസംഗമം എന്ന് പേരിട്ടാണ് രാജേഷുമാർ ഒത്തുകൂടാൻ തീരുമാനിച്ചത്. അടുത്തിടെ വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥി നേദ്യ രാജേഷിൻ്റെ പേരിലുള്ള നഗറിലാണ് സംഗമം നടന്നത്. 500ഓളം രാജേഷുമാരുള്ള വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നും 200ഓളം രാജേഷുമാർ സംഗമത്തിനെത്തി. മങ്ങാട് ഈസ്റ്റ് LP സ്കൂളിലായിരുന്നു രാജസംഗമം. 6 പേരിൽ തുടങ്ങിയ ഗ്രൂപ്പ് ഇന്ന് 500ലധികം രാജേഷുമാരുടെ കൂട്ടായ്മയായി മാറി. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജേഷുമാരുടെ കുടുംബത്തിന് കൈത്താങ്ങാവുക എന്നതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. നമ്മുടെ രാജേഷ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ രാജേഷ് പാലങ്ങാട്ട്, കൺവീനർ രാജേഷ് കല്യാശ്ശേരി. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജേഷ് കല്യാശ്ശേരിയുടെ മനസ്സിൽ രാജേഷുമാരുടെ ഒരു കൂട്ടായ്മ എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ഒരാശയം മനസ്സിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സംഗമം നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. നമുക്കറിയാം, രാജേഷുമാരുടെ 1960 മുതൽ ഏതാണ്ട് 95 വരെയുള്ള കാലയളവ്, 1995 വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ പേരുകൾ ഈ നമ്മുടെ ആളുകൾക്ക് ഇട്ടിട്ടുള്ളത്. പിന്നീടുള്ള കാലയളവിൽ ഈ രാജേഷ് എന്ന് പറയുന്ന പേരിട്ടിട്ടില്ല. നമുക്കറിയാം, വളരെ മുമ്പ് തന്നെ രാജേഷ് ഖന്ന എന്ന് പറയുന്ന പ്രശസ്ത സിനിമാ നടൻ, അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർന്നുകൊണ്ടാണ് പല രക്ഷിതാക്കളും നമ്മുടെ പേരുകൾ രാജേഷ് എന്നിടാൻ വേണ്ടി ആരംഭിച്ചത്. രാജേഷുമാരുടെ സ്വഭാവ സവിശേഷതകൾ പറയുകയാണെങ്കിൽ സാമൂഹ്യ രംഗത്തും കലാസാംസ്കാരിക രംഗത്തും വളരെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യങ്ങളാണ് രാജേഷുമാർ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൂട്ടായ്മ കേരളത്തിലുടനീളം സംഘടിപ്പിക്കുക എന്നുള്ള രാജേഷ് കല്യാശ്ശേരിയുടെ ആശയം ഇന്നത് പൂവണിഞ്ഞിരിക്കുകയാണ്. അത് കൂടുതൽ ആളുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വലിയൊരു സംഭവമായി മാറ്റാനുള്ള ഒരു ശ്രമമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലത്തെ രക്തദാന പ്രവർത്തനങ്ങളൊക്കെ, സാമൂഹ്യ രംഗത്ത് സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തി നമ്മുടെ സമൂഹത്തിലെ ഈ രാജേഷുമാരുടെ അംഗങ്ങൾക്കായാലും കുടുംബാംഗങ്ങൾക്കായാലും ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുഃഖത്തിലും സന്തോഷത്തിലും ചേർന്ന് നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.